എന്റെ ഉത്തരവാദിത്വം. കാരണം ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് ബോധ്യപ്പെടുത്തണമല്ലോ. ഈ 2022 അതായത് ജൂലൈ 6 തീയതിയാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത്. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വൈറലായിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് അടിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പം അവരെ അതേപോലെ നിലത്തിട്ട് അങ്ങോട്ട് ചവിട്ടും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു അനുഭവം വന്നിട്ടുള്ള 2 പേരാണ് അനാമികയും വിഷ്ണു. അപ്പോൾ അനാമിക ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള പത്തനംതിട്ടയിലെ ഒരു ഓർഫനേജ്, ആ ഓർഫനേജിൽ വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ് അനാമിക. അപ്പോൾ 18 വയസ്സ് തികഞ്ഞ സമയത്ത് ഇതേ ഓർഫനേജിലെ MD ആയിട്ടുള്ള ഉദയഗിരിജയുടെ മകനെ കൊണ്ട് ഈ പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു. അതായത് ആരുമില്ലാത്ത അനാമികയ്ക്ക് ഒരു ജീവിതം ഇവർ കൊടുത്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ആഹാ എന്ത് നല്ല കുടുംബം, എന്ത് നല്ല അമ്മ, എന്ത് നല്ല ചെക്കൻ, ഈ ഒരു പാവം പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തല്ലോ, നല്ലത് തന്നെ, ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരെയും പോലെ തന്നെ അനാമികയും വിഷ്ണുവും കൂടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പെൺകുട്ടി പ്രഗ്നൻ്റായി. അങ്ങനെ പ്രഗ്നൻ്റായി 5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വളക്കാപ്പ് നടത്തി. അന്നേരം മുതൽ ആളുകൾക്ക് ആകെ പ്രശ്നമാണ്. 5-ാം മാസത്തിൽ ആരെങ്കിലും വളക്കാപ്പ് നടത്തുമോ, എന്തോ പന്തികേടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, നവംബർ 2024 ഇവരുടെ കല്യാണം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ജൂൺ മാസം 6 തീയതി ആയപ്പോഴത്തേക്കും ഈ പെൺകുട്ടി പ്രസവിച്ചു. അപ്പോഴത്തേക്കും ആളുകൾക്ക് ഭയങ്കര പ്രശ്നം. അയ്യോ, 7-ാം മാസത്തിൽ ഇവർ പ്രസവിച്ചോ, 7-ാം മാസത്തിലേക്ക് ആളുകൾ പ്രസവിക്കുമോ, അപ്പോൾ എന്തോ തട്ടിപ്പുണ്ട്, ഇത് കല്യാണത്തിന് മുമ്പേ എന്തോ പ്രശ്നം നടന്നിട്ട് അങ്ങനെ കല്യാണം കഴിച്ചതാണ്, ഈ പറയുന്ന ഉദയഗിരിജിയും അവരുടെ മകനും എല്ലാം എന്തോ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ആളുകൾ കമൻറ്റ് ചെയ്യാനും ചർച്ച ചെയ്യാനും തുടങ്ങി. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അനാമികയും വിഷ്ണുവും തമ്മിൽ കല്യാണം കഴിച്ച് 7-ാം മാസത്തിൽ ഇവർ പ്രസവിച്ചു എന്നുള്ളതാണ് ആളുകളുടെ പ്രശ്നം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉദയഗിരിജ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം കഴിച്ചു. ആരാണ് ഉദയഗിരിജ? ഈ പറയുന്ന വിഷ്ണുവിൻ്റെ അമ്മ. അവൻ്റെ കല്യാണമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കൊരു ജീവിതം വേണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അത് ഈ പറയുന്ന അനാമികയും വിഷ്ണുവും കൂടി ചേർന്ന് ഇവർക്കൊരു കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അതും കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അപ്പോഴും ആളുകൾ ആഹാ കൊള്ളാലോ, നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഫേസ്ബുക്കിൽ സന്ധ്യ പല്ലവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പോസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സന്ധ്യ പല്ലവി അവിടെ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതായത് ഈ പറയുന്ന ജീവമാതാ കാരുണ്യ ഭവനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ശോചനീയമാണ്. അവിടുത്തെ അന്തേവാസികളെ ഒന്നും ശരിക്കും നോക്കുന്നില്ല, അവിടുത്തെ വൃത്തിയില്ല, അവിടുത്തെ ആളുകളെ ഒന്നും മര്യാദയ്ക്ക് ഇവർ നോക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്. അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റും കൂടെ കണ്ടപ്പോഴത്തേക്കും ആളുകളെല്ലാം കൂടി ഈ പറയുന്ന ഉദയഗിരിജയ്ക്കെതിരെയും ജീവമാതാ കാരുണ്യ ഭവനെതിരെയെല്ലാം ഭയങ്കരമായിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന സ്ഥാപനത്തിനെതിരെ ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ അത് നേരെ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കുക, എന്നിട്ട് അത് അന്വേഷിച്ച് അവർ കണ്ടെത്തുക, അങ്ങനെയാണെന്നുള്ള ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്തു. പക്ഷേ ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിലൂടെ അനാമികേൻ്റെയും വിഷ്ണുവിൻ്റെയും ജീവിതം കൂടി എടുത്തിട്ട് അലക്കുകയാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അവർ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനാമികയും വിഷ്ണുവായിട്ട് നേരത്തെ പരിചയമുണ്ട്, അവർ നേരത്തെ തമ്മിൽ എന്തല്ലോ റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്നു, എന്നിട്ടാണ് ഇവർ എന്താ പറയുക ഇതറിഞ്ഞ് ആകെ പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഒരാൾ 7-ാം മാസത്തിൽ പ്രസവിച്ചു എന്ന് കരുതി മാത്രം ഒരിക്കലും അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം പ്രസവത്തിൻ്റെ കാര്യമാണ്. അത് ചിലപ്പോൾ 7-ാം മാസത്തിലോ 8-ാം മാസത്തിലോ 9-ാം മാസത്തിലൊക്കെ പ്രസവിക്കാം. അതൊന്നും നമ്മുടെ കയ്യിലല്ല. ഓക്കെ, അപ്പോൾ അതൊന്നും വെച്ചിട്ട് നമുക്ക് ഇവരെ ജഡ്ജ് ചെയ്യാനോ ഇതാക്കാനൊന്നും പറ്റില്ല. പക്ഷേ ആളുകൾ പല വിധമാണല്ലോ. അപ്പം ഞാനൊരു വീഡിയോ കണ്ടു, 7-ാം മാസത്തിൽ എങ്ങനെ പ്രസവിക്കും, അതെല്ലാം തട്ടിപ്പാണ്, ഇവരൊക്കെ എന്തോ ഉഡായിപ്പാണെന്നെല്ലാം പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചേ 7-ാം മാസത്തിൽ പ്രസവിക്കുന്നതൊക്കെ അത്ര പ്രശ്നമാണോ? കാരണം എനിക്കറിയുന്ന കുറേ പേര് ഇങ്ങനെ 7-ാം മാസത്തിൽ 8-ാം മാസത്തിലൊക്കെ പ്രസവിച്ചവരുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും വെച്ചിട്ട് നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉഡായിപ്പാണെങ്കിൽ അത് വേറെ ലെവലിലേക്ക് പോകും. കാരണം 18 വയസ്സിന് മുമ്പ് ആയിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവുക. അങ്ങനെ
ഈ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ. പക്ഷേ ഈ ഒരു കേസും വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ പെൺകുട്ടി ഒരു ഡെലിവറി എല്ലാം കഴിഞ്ഞ് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഡിപ്രഷനിലും ആ ഒരു ഇതിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സോഷ്യൽ മീഡിയ നിറച്ചും ഇവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഈ പറയുന്ന വീഡിയോസും കമൻസും എല്ലാം വരുന്നത്. അപ്പോൾ ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഈ പെൺകുട്ടിക്ക് അത് എത്രത്തോളം മാനസികമായിട്ടുള്ള പ്രശ്നം വരുത്തും എന്നുള്ള കാര്യമൊന്നും ഈ പറയുന്ന ആളുകളൊന്നും ചിന്തിക്കുന്നില്ല. അതാണ് വേറൊരു സത്യം. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന അനാമികയും വിഷ്ണുവും ഉദയഗിരിജയും ഇവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കയറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർക്കില്ലാത്ത പ്രശ്നം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു സൈഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന 18 വയസ്സിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ വിടാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണ്. അതും സത്യമാണ്. ഓക്കെ, എന്നാലും അവരിപ്പം പറയുന്നു അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയാണ് സംഭവം, 7ാം മാസത്തിൽ അങ്ങനെ പ്രസവിച്ച് പോയതാണ്, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നേരെ ഇവരെ ചികിത്സിച്ചിട്ടുള്ള ഡോക്ടറെ പോയി കാണുക, എന്നിട്ട് അവരുടെ അഭിപ്രായം നേടുക. അതല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഇവരൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ സ്ഥാപനത്തിൽ നിന്നൊരു കുട്ടിയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ പറയുന്നതിൽ പിന്നെ സത്യാവസ്ഥയാണെന്ന് പറയുന്നത്. ഇപ്പോൾ സ്ഥാപനത്തിൽ നിൽക്കുന്നതാണ്, സ്ഥാപനത്തിൽ എന്താ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ച് പിന്നെ എനിക്ക് പോകാൻ വേറെ എങ്ങടോ ഇല്ലാത്തതുകൊണ്ട് അമ്മ തിരഞ്ഞെടുത്ത് അങ്ങനെ വിവാഹം നടത്തി തന്നതാണ്. അപ്പം ഇങ്ങനെ പറയുന്നവർ പറയട്ടെ. ഈ കമന്റ് കണ്ടായിരുന്നു, ഇത് കേട്ടപ്പോൾ നമുക്ക് വിഷമമാണ്. കാരണം ഇങ്ങനെയുള്ള കമന്റ് അതും ഇത്രയും നാളെ അറിയുക ഞങ്ങളുടെ അന്ന പിന്നെ ഞങ്ങൾക്ക് ഈ ബ്ലോഗ് ഒന്നും ചെയ്യാതെയോ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി വിഷമം വന്നു. പറഞ്ഞു ഇവർ അങ്ങനെ വരെ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ ഞങ്ങളത് അന്ന് തുടങ്ങുന്നുണ്ട് പറഞ്ഞപ്പോഴത്തേനും അമ്മയും പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും സമൂഹം ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അത് ചെറിയൊരു അബദ്ധം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. നമ്മൾ ഈ വളകാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നടത്താൻ ഉദ്ദേശിച്ചതല്ല. ഒരു ദിവസം രാവിലെ ഇവൻ വന്ന് പറഞ്ഞു, അമ്മ അനാമയെ പറഞ്ഞു വളകാപ്പ് നടത്തണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞങ്ങൾ ഡേറ്റോ മാസം ഒന്നും നോക്കിയില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനിടയ്ക്ക് ഉണ്ടാവും അറിയത്തില്ല. 5 മാസപ്പോഴത്തേന് കഴിഞ്ഞായിരുന്നല്ലോ. ഇത് നമ്മളത് ചിന്തിച്ചില്ല. ഇവളുടെ ആഗ്രഹം പറഞ്ഞു, നമ്മൾ അതിന് ചെയ്തു. അവിടെ ഇപ്പം വീട്ടിൽ ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മളത് ചെയ്യണമല്ലോ. എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഇവള് വന്ന് പറഞ്ഞപ്പം ഞാൻ ഓർത്ത് അത് സത്യത്തിൽ പെണ്ണിന്റെ വീട്ടുകാരാണ് ചെയ്യുന്നത് അല്ലേ. പെണ്ണിന്റെ വീട്ടുകാർ വന്ന് ചെയ്ത് പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാണ്. ഇവളെ കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം അവൻ പറഞ്ഞപ്പോഴത്തേന് അത് ഞങ്ങൾ നിന്ന് കൊടുത്തു. അത് ഞങ്ങൾ ട്രസ്റ്റ് വെച്ചിട്ട് നടത്തി. അവിടുത്തെ അമ്മമാരും അവിടുത്തെ കുഞ്ഞുങ്ങൾ എല്ലാം മഞ്ഞളൊക്കെ തേച്ച് ആളില്ലല്ലോ നമുക്ക് ഇവളെ വിളിച്ചോണ്ട് പോകാൻ ഇവരുടെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇവർ വളരെ കൃത്യമായിട്ട് ഇവരുടെ ഭാഗം പറയുന്നുണ്ട്. അപ്പം അത് വിശ്വസിക്കാനേ നമുക്ക് മാർഗമുള്ളൂ. അല്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പെൺകുട്ടിയെ ചികിത്സിച്ചിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടറോട് കറക്റ്റായിട്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക. അതേ നമുക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിനെതിരെ സന്ധ്യ പല്ലവി കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റിൽ, ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയുമായിട്ട് ഈ പറയുന്ന ഉദയഗിരിജ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. അത് എൻ്റെ ഉത്തരവാദിത്വം. കാരണം ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് ബോധ്യപ്പെടുത്തണമല്ലോ. ഈ 2022 അതായത് ജൂലൈ 6-ാം തീയതിയാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത്. ജോലിക്ക് യഥാർത്ഥത്തിൽ അവർ ജോലിക്ക് വന്നതല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചിൽഡ്രൻസ് ഹോമിൽ ബാധനായിട്ടാണ് അവളെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. പക്ഷെ അവൾ അന്ന് രാത്രി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു. അതെല്ലാം നമ്മുടെ ക്യാമറയിൽ, നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൽ, ചിൽഡ്രൻസ് ഹോമിൽ, നമ്മുടെ ഓഫീസിൽ ഉൾപ്പെടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം ഇവർ അന്ന് കയറി അമ്മമാരെയൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ എടുത്തു. നിങ്ങൾക്ക് ഈ സ്ഥാപനം ഇവിടെ വന്നവർക്ക് അറിയാം, ചിൽഡ്രൻസ് ഹോമും ഓൾഡ് ഏജ് ഹോമും രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം 2 ബിൽഡിംഗ് ആണ്, ഇടയ്ക്ക് മതിൽ കെട്ടി പിരിച്ചിട്ടുണ്ട്. അപ്പം ചിൽഡ്രൻസ് ഹോമിൽ ബാധനായിട്ട് വന്ന ഒരാൾക്ക് ഓൾഡ് ഏജ് ഹോമിൽ കയറേണ്ട കാര്യമില്ല. പക്ഷെ ഇവർ കയറി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരുടെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അതേപോലെ എനിക്കെതിരായിട്ട് ഒരു വീഡിയോ ഞാനൊരു പെണ്ണല്ലേ, അപ്പൊ ഒരു പെണ്ണിന് ഇത്രയും സ്ഥാപനം ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ട് നടത്താൻ പറ്റുമോ? അപ്പൊ ഇതിനെ തകർക്കാനെ കൊണ്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് അയച്ച ഒരാളായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത്. വീഡിയോ എടുത്തു. ഇതേപോലെ നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അന്ന് കുഞ്ഞുങ്ങൾ പ്രതികരിച്ചതിന് നമുക്ക് കുഞ്ഞുങ്ങളും ഇവരുമായിട്ട് വഴക്കുണ്ടായി. ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. നമ്മുടെ ഒരു ജീവനക്കാരി നമ്മുടെ സ്ഥാപനത്തിൽ മോശമായിട്ട് ഒരു ദിവസം വന്നാലും എത്ര ദിവസം ജോലി ചെയ്താലും മോശമായിട്ട് പ്രതികരിച്ചാൽ, മോശമായിട്ട് ഒരു കാര്യം ചെയ്താൽ, ഒരു അമ്മ എന്ന രീതിയിൽ എന്റെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ എന്റെ അമ്മമാരോടോ മോശമായിട്ട് പ്രതികരിച്ചാൽ ഞാനത് അവരെ പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു പ്രശ്നമായി അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് ഇവര് നേരെ ചെയ്തത് ഇവിടെ അതിന് മുന്നേ ആദ്യമേ അവർ കുടുംബ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടെ തന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു സാർ ഇത് അഡ്വക്കേഷന്റെ പരിധിയാണെന്ന് പറഞ്ഞു. ഇവർ അഡ്വക്കേഷനെ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു. കുടുംബ സ്റ്റേഷനിൽ ഇവരെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ കുടുംബ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് വെച്ചാൽ അവർ നേരെ ഒരു ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ഇട്ടു. അപ്പൊ വീഡിയോ ഇട്ടപ്പോഴത്തേന് ഞാൻ അപ്പൊ പ്രതികരിച്ചു. ഞാൻ അഡ്വക്കേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അവര് ഇവിടുത്തെ ക്യാമറ ഉൾപ്പെടെ അവർ ചെയ്ത പ്രവൃത്തി ക്യാമറ ഉൾപ്പെടെ ഞാൻ അഡ്വക്കേഷനിൽ ഹാജരാക്കി. അങ്ങനെ അഡ്വക്കേഷനിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി അവരെ വഴക്ക് പറഞ്ഞു, ഈ മേലെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അവരെ കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അവർ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഈ 2 ദിവസം മുന്നേ എനിക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ചു, അവരെ പറഞ്ഞു വിട്ടു. പിന്നെയെന്ന് വെച്ചാൽ അവർ അതിനകത്ത് ഇട്ടേക്കുന്നു 2022 അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റും കേസ് കൊടുത്തതും എല്ലാം അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല.
ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിന് ആൾ വന്നു. ഇവിടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടെ അവർ അന്വേഷണത്തിന് വന്നു. ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട്, ഈ അമ്പിളിയോട്, ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് അവരതിന്റെ, നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട്, അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അത് കണ്ടു ബോധ്യപ്പെടാം. ഇവർ കൊടുത്ത അപേക്ഷ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത പരാതി അവര് നമ്മുടെ പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവർക്ക് ഇവിടെ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് അവർ തിരിച്ചു പോയത്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് പരാതി കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും പൂട്ടാനെ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യാതിരിക്കുമോ? 2022 ഒരു കേസ് കൊടുത്താൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് അവർ കേസ് കൊടുത്തപ്പം അതിനൊരു റിയാക്ഷൻ ഉണ്ടാവാതിരിക്കുമോ? അപ്പൊ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. നിങ്ങൾ അത് പരാതി കൊടുത്തിട്ട് എന്തായി എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. നമ്മുടെ ഇവിടെ എല്ലാം ഇൻസ്പെക്ഷൻ വന്നു, ഇവിടെ ഒരു തെറ്റുകുറ്റോ ഇല്ല എന്ന് കണ്ട് അവർ ബോധ്യപ്പെട്ട് അവർ തിരിച്ചുപോയി. സാമൂഹ്യനീതി വകുപ്പിന് തന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും അമ്മമാരെ നമുക്ക് ഓരോ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരെ ഇവിടെ ആക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ CWC. അപ്പോൾ ഇതാണ് സംഭവം. അതായത് ഈ പറയുന്ന സന്ധ്യ പല്ലവി എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ അവിടെ ജോലിക്ക് വേണ്ടി പോയി. ഒറ്റ ദിവസം അവിടെ ജോലിക്ക് കയറിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം തന്നെ ഇവർ അവിടെ നടന്നിട്ട് എല്ലാവരുടെയും വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ കണ്ടപ്പം ഇതൊന്നും ഇവിടെ നടക്കൂല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ അവിടുന്ന് പുറത്താക്കി. ആ പുറത്താക്കിയതിൻ്റെ ദേഷ്യത്തിൽ ഇവർ പോയിട്ട് കേസ് കൊടുത്തു. അങ്ങനെ കേസ് കൊടുത്തതിന് ശേഷം ഇവർ മിനിസ്റ്റർക്കും ഈ പറയുന്ന സാമൂഹ്യനീതി വകുപ്പിനെല്ലാം കേസ് കൊടുത്തു. അവർ വന്ന് അന്വേഷിച്ചു ഇവിടെ ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യം അവർ തീർപ്പാക്കി പോയതാണ്. എന്നിട്ടും പിന്നീട് വന്നിട്ട് അവിടെ പ്രശ്നമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ഈ പറയുന്ന പോസ്റ്റ് ഇടുന്നതും അങ്ങനെ ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് മോശമുള്ള കാര്യമാണ്. ഒരു സ്ഥാപനം വായിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നെഗറ്റീവും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പല ആളുകൾ 10-70 പേര് താമസിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ചില കുറവുകളൊക്കെ ഉണ്ടാവും. അത് നികത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ ശ്രമിക്കുന്നുണ്ടാവും. അപ്പം ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രശ്നമൊന്നും ഇല്ലാത്തൊരു സ്ഥാപനത്തെക്കുറിച്ച് വീണ്ടും വന്ന് പറഞ്ഞ് അവിടെ താമസിക്കുന്ന അന്തേവാസികളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയാണോ? ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗിരിജ പറയുന്ന, അതായത് ഉദയഗിരിജ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡയറക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെങ്കിൽ ഓക്കെ, അതും അന്വേഷിക്കട്ടെ. അല്ലാതെ ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇവരുടെ ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ പുറകിൽ വേറെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അതന്വേഷിക്കട്ടെ, അതിനെതിരെ കേസ് കൊടുക്കുക. അല്ലാതെ ഒരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ടേക്കുള്ള ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഫലമായിട്ട് അങ്ങോട്ടേക്കുള്ള കുറേ ആളുകൾ ഇങ്ങനെ പല സാധനങ്ങൾ കൊടുക്കുമല്ലോ. അതായത് അവർക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് നിർത്തിവെച്ചു എന്നാണ് പറയപ്പെടുന്നത്. 10-70 പേര് താമസിക്കുന്ന ഒരു ഓർഫനേജിൽ ഇതേപോലുള്ള സഹായങ്ങൾ നിലയ്ക്കുക എന്ന് പറയുന്നത്, ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ നിലയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശം പരിപാടിയാണ്. അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശരിക്കുള്ളൊരു അന്വേഷണം നടത്തിയിട്ട് ഈ പറയുന്ന ഉദയഗിരിജൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കട്ടെ. അതിന് ആദ്യം ചെയ്യേണ്ടത് ഇവർ പോയി കേസ് കൊടുത്തിട്ട് അത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഫേസ്ബുക്കിൽ കൊണ്ടുവന്ന് ഇതേപോലുള്ള ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് മോശമായിട്ടിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആർക്കാണ് പോവുക? അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്കാണ് അത് നെഗറ്റീവായിട്ട് ഭവിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ പോയിട്ട് കേസ് കൊടുത്ത് അതിൻ്റെ പുറകെ പോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ കിടക്കുന്ന പാവങ്ങളുടെ കഞ്ഞികുടി മുട്ടിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ പറയുന്നതാണ് ശരിയെങ്കിൽ, അതായത് സന്ധ്യ പല്ലവി പറയുന്നതാണ് ശരിയെങ്കിൽ അതിനുള്ള കറക്റ്റായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കട്ടെ. അതല്ല വേണ്ടത്. കാരണം ഇതിലിപ്പോൾ 2 കേസാണുള്ളത്. ഒന്ന് അനാമിക വിഷ്ണു എന്നിവരുടെ 7ാം മാസത്തിലുള്ള പ്രസവവും പിന്നെ ജീവമാതാ കാരുണ്യഭവൻ എന്നുള്ള സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റും. അപ്പോൾ ഈ ഒരു 2 കാര്യത്തിൽ ജീവമാതാ കാരുണ്യ ഭവൻ്റെ നടത്തിപ്പിനെ കുറിച്ചുള്ള ആ ഒരു കംപ്ലൈൻറ്റ് മാത്രമേ ശരിക്കും ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉള്ളൂ. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ സന്തോഷത്തോടു കൂടി കുഞ്ഞുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പോയി നമ്മൾ കൈയിടേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അന്വേഷിക്കാം. അത്രയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.